ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ട്രെയിനുകൾക്കു നേരെ അതിക്രമം പതിവായ ഒറ്റപ്പാലം മായന്നൂർ റെയിൽവേ പാലത്തിന് സമീപം RPFന്റെ സ്ഥിരം നിരീക്ഷണം. CCTV ക്യാമറകൾ സ്ഥാപിച്ചതിന് പുറമെയാണിത്. പ്രദേശത്ത് മഫ്തിയിൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചാണ് നിരീക്ഷണം. 3 തവണ കല്ലേറും 1 തവണ ഇരുമ്പ് ക്ലിപ്പുകൾ ട്രാക്കിൽ കയറ്റിവെച്ചുള്ള അട്ടിമറി ശ്രമവും ഉണ്ടായ സാഹചര്യത്തിലാണ് നടപടി. 2 കല്ലേറ് കേസുകളിൽ 4 പേരെ കഴിഞ്ഞ ദിവസം RPF സംഘം പിടിച്ചിരുന്നു. അതിക്രമം നടന്ന ഭാഗത്ത് നേരത്തെ CCTV സ്ഥാപിച്ചിരുന്നെങ്കിലും വളവുകളുള്ളതിനാൽ എല്ലാ പ്രദേശവും ക്യാമറ നിരീക്ഷണ പരിധിയിലല്ല. ഈ സാഹചര്യത്തിലാണ് നേരിട്ടുള്ള നിരീക്ഷണം. ഇവിടെ രാത്രി പെട്രോളിംഗും ഉണ്ടാകും. നിരീക്ഷണത്തിന് പ്രദേശവാസികളുടെ സഹകരണവും ഉണ്ടാകും. ഡ്രോൺ ക്യാമറ നിരീക്ഷണവും നടത്തും. 2023 സെപ്റ്റംബർ 13 തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസിന് നേരെയായിരുന്നു ആദ്യ കല്ലേറ്. അന്ന് AC കമ്പാർട്ട്മെൻറ്റിൻ്റെ ചില്ല് തകർന്നിരുന്നു. പിന്നീട് കഴിഞ്ഞ ജൂലൈ 13 ഐലൻഡ് എക്സ്പ്രസിന് നേരെയും കഴിഞ്ഞ 18 തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസിന് നേരെയും കല്ലേറുണ്ടായി. തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസിന് നേരെയുണ്ടായ കല്ലേറിൽ യാത്രക്കാരന് നിസ്സാര പരിക്കുമേറ്റു. ജൂലൈ 20 ട്രാക്കിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കയറ്റിവെച്ച നിലയിൽ കാണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായവർ തന്നെയാണോ ഇരുമ്പ് ക്ലിപ്പുകൾ കയറ്റിവെച്ചത് എന്നും സംശയമുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്നത് ഒറ്റപ്പാലം പോലീസാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.